ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഒരു ചെറിയ കുഞ്ഞു വിശേഷം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ആ ലൈക്ക് അങ്ങോട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് നല്ല തേങ്ങയൊക്കെ ഇട്ട നൂൽപുട്ടാണ് കേട്ടോ. കുറേ ദിവസമായി തേങ്ങ ഇട്ട നൂൽപുട്ട് ചുട്ടിട്ട്. അപ്പോൾ ഇന്ന് മോന് രാവിലെ മദ്രസക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞു പോയതാണ് കേട്ടോ, എനിക്കിന്ന് നൂൽപുട്ട് മതി ഉമ്മച്ചിയേ എന്ന് പറഞ്ഞു പോയിക്കണം. അപ്പോൾ കറി ഉണ്ട്, തലേ ദിവസത്തെ കുറച്ച് കടലക്കറി ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ മലപ്പുറത്ത് ചിലപ്പോൾ ഭാഷ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിന് കളിയാക്കിയിട്ട് ആരും വരരുത് കേട്ടോ. പിന്നെ ചിലപ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ നമ്മൾ പറയും, അങ്ങനെയൊക്കെ പറയും. സമയത്തിനായാലും ഏതൊരു ഭാഷക്കും ഞാൻ പെട്ടെന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ആരും അതിന് കളിയാക്കരുത് കേട്ടോ. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇതാട്ടോ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വെള്ളം എപ്പോഴും ഞാൻ കളയാറാണ് കേട്ടോ. ഇന്നെന്താ അറിയില്ല, തേങ്ങ വെള്ളം കുടിച്ചു, നല്ല മധുരമുള്ള തേങ്ങ കേട്ടോ. അപ്പം നമുക്കിവിടെ തേങ്ങയൊന്നും അങ്ങനെ കിട്ടാനില്ല, കടയിൽ നിന്ന് വാങ്ങിക്കാറാട്ടോ പതിവ്. തെങ്ങൊന്നുമില്ല, നമ്മളവിടെ തറവാട്ടിലില്ല ഉണ്ടായിരുന്നത്, വെട്ടി കളയാ ചെയ്തത് കേട്ടോ. വീട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലത്തിന് സെൻട്രൽ തന്നെ ആയതുകൊണ്ട് ഒക്കെ വെട്ടി ഒഴിവാക്കി. അപ്പോൾ ഇപ്പോഴാണ് തേങ്ങൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ ഇതാ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ നമ്മൾ ഇഡലി ചട്ടിയിലേക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ച് തിളച്ചതിന് ശേഷം അതാ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് തട്ടിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ നൂലപ്പം അങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കറി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഫ്രിഡ്ജിൽ കുറച്ച് കടലക്കറി ഉണ്ട്, അതൊന്ന് ചൂടാക്കി എടുത്താൽ കറി വേണ്ടവർക്ക്. എനിക്കും മോനും പിന്നെ ഇങ്ങനെ തേങ്ങ ഇട്ട നൂൽപുട്ടൊക്കെ കറി ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുക, അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ മോനും അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വലിയവരൊക്കെ നീക്കുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് ചൂടാക്കി സെറ്റാക്കി എടുക്കണം. മോന് സ്കൂൾക്കൊന്ന് പറഞ്ഞയക്കണം. രാവിലെ എന്തായാലും ഈ സ്കൂള് പറഞ്ഞയക്കൽ ഭയങ്കര തിരക്ക് പിടിച്ച കാര്യം കേട്ടോ. രാവിലെ ഒന്ന് മദ്രസക്ക് വിടണം, അത് കഴിഞ്ഞ് വന്നാൽ സ്കൂളത്തെ ആയി. അപ്പോൾ ഞാൻ അവനെ സ്കൂൾക്ക് വിട്ടിട്ട് പിന്നെ അങ്ങനെ വേഗം ചായയും കടി ഉണ്ടാക്കുക ചെയ്യാറ് കേട്ടോ. 8:30 ആകുമ്പോഴാണ് അവൻ വരിക. ചിലപ്പോൾ 8:15 വിടും കേട്ടോ. വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ 8:15 മദ്രസ വിടും. പിന്നെ രാവിലെ നീച്ചിട്ട് പിന്നെ ഫോണൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ സമയം പോകും. പിന്നെ വേറെ ഒന്നിനും ചിലപ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ ഒരുപാട് തിരക്കുള്ള പോലെ തിരക്കിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പരമാവധി ആരും ഫോൺ എടുത്ത് നോക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. പിന്നെ ചിലർക്ക് എടുക്കാതിരിക്കാനും കഴിയില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് എടുത്തൊക്കെ ജസ്റ്റൊക്കെ നോക്കും. പിന്നെ കൂടെ തന്നെ വീഡിയോ എടുക്കലും എല്ലാം പാടെ ആകുമ്പോൾ പെട്ടെന്ന് ഒന്നും നടക്കില്ല. അങ്ങനെ മോൻ വന്നിട്ടുണ്ട്, മോനുള്ള ചായ എടുത്ത് കൊടുക്കണം കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഫുഡിന് ഇങ്ങനെ തേങ്ങ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മോന് പിന്നെ ഡ്രസ്സൊക്കെ മാറിയതാ വണ്ടി കുറച്ച് ഇപ്പുറത്തേക്ക് കണ്ടിട്ട് വരിക. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ കയറ്റാൻ വന്നതാണ്. വന്നതിന് ശേഷം ഇനി ചോറും കറിയും അതിക്ക് വേറെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ കുറച്ച് കോഴി പാർട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് നന്നാക്കിയതാണ്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ഞങ്ങളവിടെ തറവാട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായതാണ്. അപ്പോൾ നല്ല നാടൻ കുമ്പളങ്ങ. അപ്പോൾ അത് ഞാൻ പരിപ്പൊക്കെ ഇട്ടിട്ടൊരു കറി വെക്കാൻ പോവാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളി ഒരു വലിയൊരു തക്കാളിയും കൂടെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ കുമ്പളങ്ങ കിട്ടിയാൽ മോരുകറി ആട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറി. ഇവിടെ കാക്കൂന് ഇഷ്ടമല്ല കേട്ടോ, ഇവിടുത്തെ ആൾക്ക് മോരുകറി ആട്ടോ ഇഷ്ടം. കുമ്പളങ്ങ വേറെ എങ്ങനെ വെച്ചാലും കഴിക്കില്ല, മോരുകറി വെച്ചാൽ മാത്രമേ കഴിക്കുള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി ആട്ടോ. നമ്മൾ പാലക്കാട്ടുകാരല്ലേ അല്ലേ, അപ്പോൾ ആ ഒരു ശൈലി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്നാലും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടുത്തെ കറികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല, അങ്ങ് കഴിക്കും. ചിലത് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല കേട്ടോ. ചില കറികൾ കൊടുക്കുമ്പോൾ നിങ്ങളെ നാട്ടിലത്തെ കറി നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ ഈ ഒരു കറി വെച്ചപ്പോൾ ആൾക്ക് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഇതാ തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മഞ്ഞൾ, മുളക്, മല്ലി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. ഞങ്ങളാ ഭാഗത്തൊക്കെ അതുപോലെ കുമ്പളങ്ങ പുളി എന്നും പറയും കേട്ടോ ചിലർ. അതിൽ പരിപ്പിടില്ല, വെറും തക്കാളിയും
കുമ്പളങ്ങയും അതുപോലെ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങ അരച്ച് വയ്ക്കും. അതാണ് കുമ്പളങ്ങ പുളി കേട്ടോ. അങ്ങനെ ഒരു പുളി ഉണ്ട് കേട്ടോ. അത് കേട്ടിട്ട് ഇനി ആരും കളിയാക്കാൻ നിൽക്കണ്ട. അതൊക്കെ പാലക്കാട്ടുകാരെ ഓരോ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാലക്കാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്കൊന്നും അറിയില്ല കേട്ടോ, കളിയാക്കാനേ അറിയുള്ളൂ. അപ്പോൾ നമ്മളെ സോറി നമ്മളെ തന്നെ വരികയാണ് കേട്ടോ വായിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങിലേക്ക് പുളി അധികം ആരും ഒഴിച്ച് കൊടുക്കാറില്ലല്ലേ, പക്ഷേ നമ്മൾ ഒഴിച്ച് കൊടുക്കും. അതാണ് ഈ കറിൻ്റെ വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ തക്കാളിയും പുളിയും എല്ലാം ഇട്ട് റെഡിയായിട്ട് നല്ലൊരു എരിവും പുളിയും ഒക്കെ പാടെ കൂടിയൊരു കറിയാണ് കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ ഓവർ എരിവൊന്നും ഇല്ല കേട്ടോ, പാകത്തെ എരിവ് തന്നെയാണ്. അപ്പോൾ ഞാനതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കറി ആയില്ലേ, പിന്നെ ഞാനത് ഇട്ട് കൊടുക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ഇതാ നമ്മുടെ കറിയിലേക്കുള്ള തേങ്ങ അരച്ചതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് ജീരകം അങ്ങനെ ഉള്ളി ഒന്നുമില്ല കേട്ടോ, വെറും തേങ്ങ മാത്രമാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. ജീരകം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടും കേട്ടോ. ഞാനിവിടെ കുമ്പളങ്ങ കറി വെക്കുമ്പോൾ മോരുകറിയിൽ മാത്രമേ ജീരകം അരക്കാറുള്ളൂ. ഇതുപോലെ പരിപ്പൊക്കെ ഇട്ട് വെക്കണതിലൊന്നും ഞാൻ ജീരകം അരക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പാർട്സൊക്കെ ഞാൻ വേഗം വെച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം വെച്ചതല്ലേ, അപ്പോൾ എല്ലാവർക്കും അതിൽ എന്തൊക്കെയാണ് ചേർക്കണം എന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻറ്റും ഒക്കെ ചേർത്ത് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കറി ഒന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പിലാണ് കേട്ടോ, നമ്മളെ തറവാട്ടിൽ നിന്ന് അവിടെ വീട്ടിലത്തെയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങാറേ ഇല്ല കേട്ടോ. ഫുള്ള് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാണ്. അപ്പോൾ അത് കഴിഞ്ഞു, ലാസ്റ്റത്തെ തണ്ടാണ് കേട്ടോ. അപ്പോൾ ഊരിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി തറവാട്ടിൽ പോകുമ്പോൾ വൈകിട്ട് പോകുമല്ലോ, അപ്പോൾ ഞാൻ കുറേശ്ശെ അങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കൂടെ തന്നെ കറിവേപ്പിലയും 2-3 വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. വറ്റൽമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു കാരണം അങ്ങനെ വറ്റൽമുളക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ കാണാനും ഒരു ഭംഗിയില്ലേ കറിക്ക്. അങ്ങനെ നമ്മുടെ പരിപ്പും കുമ്പളങ്ങി തക്കാളി പുളി ഒക്കെ ഒഴിച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, കറി നല്ല രസമുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അങ്ങനെ ചൂടാക്കി കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ പാർട്സൊക്കെ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഉള്ളി ഇട്ടപ്പോഴൊരു നമ്മൾ കത്തിച്ച് ഒരു ചൂടിൽ ഉള്ളിയിടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ, ആ ശബ്ദം കാണാനായിട്ട് ഒന്ന് താന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഗ്യാസ് കത്തിച്ച് പിന്നെയാണ് ഉള്ളിയും എണ്ണയൊക്കെ ചൂടായത് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, എന്തായാലും അത് വാടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ വാടിയതിന് ശേഷം പാർട്സ് വേവിച്ചതാണ് കേട്ടോ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ തക്കാളി ഇടാറില്ല, അത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ബീഫിക്കായാലും നമ്മൾ ഈ ചിക്കൻ പാർട്സ് വെക്കുമ്പോഴും ഞാൻ തക്കാളി ഇടാറില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് നല്ല കുരുമുളകും വലിയ ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പണികൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസത്തെയും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെ ആവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ വീണ്ടും പറയാണ് ഹൈപ്പും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.